വീണ്ടും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ യുക്രൈനിൽ ആക്രമണം കടുപ്പിച്ച് റഷ്യ. യുക്രൈൻ തലസ്ഥാനമായ ക്യൂവിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 പേർ മരിച്ചു. 30ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു. ഇന്നലെ നടത്തിയ ആക്രമണവും 10 മണിക്കൂറോളം നീണ്ടുനിന്നതായാണ് വിവരം. ക്ലീവിലെ ഊർജ്ജ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ ഏകദേശം 500 ഡ്രോണുകളും 40 മിസൈലുകളും അയച്ചെന്നും പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു. റഷ്യൻ ആക്രമണത്തിന് ക്യൂവിലും പരിസരത്തുമുള്ള 1 ദശലക്ഷത്തിലധികം വീടുകളിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടുവെന്നും തലസ്ഥാനത്തെ 40% വീടുകളിലും ഹീറ്റിംഗ് സംവിധാനമില്ലാത്തതിനാൽ കഠിന ശൈത്യത്തിൽ ബുദ്ധിമുട്ടുകയാണെന്നും യുക്രൈൻ വികസനകാര്യമന്ത്രി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതും സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് സെലൻസ്കി ചർച്ചകൾ നടക്കാനിരിക്കെയാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിലെ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യ എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. യുക്രൈൻ തലസ്ഥാനത്ത് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. 30ഓളം പേർക്ക് പരിക്കേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പരിക്കേറ്റ 30 പേരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 10 മണിക്കൂറോളം നീണ്ടുനിന്നതായാണ് വിവരം. ക്ലീവിലെ ഊർജ്ജ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ ഏകദേശം 500 ഡ്രോണുകളും 40 മിസൈലുകളും അയച്ചെന്നും പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേർ കുട്ടികളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. റഷ്യൻ ആക്രമണത്തിൽ ക്യൂവിലും പരിസരത്തുമുള്ള 1 ദശലക്ഷത്തിലധികം വീടുകളിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടുവെന്നും തലസ്ഥാനത്തെ 40% വീടുകളിലും ഹീറ്റിംഗ് സംവിധാനം ഇല്ലാത്തതിനാൽ കഠിന ശൈത്യത്തിൽ ബുദ്ധിമുട്ടുകയാണെന്നും യുക്രൈൻ വികസനകാര്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതും സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് സെലൻസ്കി ചർച്ചകൾ നടക്കാനിരിക്കെയാണ് റഷ്യ ഇത്തരത്തിലൊരു ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. 30 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവരിൽ 2 പേർ കുട്ടികളുമാണ്. യുക്രൈൻ തലസ്ഥാനമായ ക്യൂവിന് നേരെയാണ് റഷ്യ ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. 10 മണിക്കൂറോളം നീണ്ടുനിന്നൊരു ആക്രമണമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. 40 മിസൈലുകളും 500 ഡ്രോണുകളുമാണ്. ഏകദേശം 500 ഡ്രോണുകളും റഷ്യ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് സെലൻസ്കി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. റഷ്യൻ ആക്രമണത്തിൽ ക്യൂവിലും പരിസരത്തുമുള്ള 1 ദശലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി വിച്ഛേദിപ്പിക്കപ്പെട്ടു. അതേ തുടർന്ന് കഠിന ശൈത്യമായതിനാൽ തലസ്ഥാനത്തെ 40% വീടുകളിലും ഹീറ്റിംഗ് സംവിധാനവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഠിന ശൈത്യത്തിൽ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോഴാണ് റഷ്യ ഇത്തരത്തിൽ ആക്രമണം കടുപ്പിച്ചത്.